ഞാൻ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന്, ദിസ് ഈസ് മൈ റൈറ്റ് ആൻഡ് ദിസ് ഈസ് മൈ ലെഫ്റ്റ്. പക്ഷേ ഇത് തന്നെയാണോ, സെയിം ആണോ നിങ്ങൾക്കും? അല്ല, അല്ലേ? നിങ്ങളുടെ റൈറ്റ് ചിലപ്പോൾ എൻ്റെ ശരിയായിക്കൊള്ളണമെന്നില്ല, എൻ്റെ ശരി നിങ്ങൾക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും? നമ്മളൊക്കെ പോകുന്ന സ്ട്രഗിൾസ് ഡിഫറെൻ്റ് ആണ്. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ഡിഫറെൻ്റ് ആണ്. നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ പേടികൾ, ഭയം, ഫിയേഴ്സ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രകൾ തന്നെ ഡിഫറെൻ്റ് ആണ്. എന്നിട്ടും നമ്മൾ മറ്റൊരാളെ ജഡ്ജ് ചെയ്യാറുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. 99% വേറൊരാളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് തിരിച്ചറിയാതെ പലപ്പോഴും നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താനും ക്രിട്ടിസൈസ് ചെയ്യാനും നിൽക്കാറുണ്ട്. എന്തിനാണ് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? മറ്റൊരാളുടെ ജഡ്ജ്മെൻറ്റ് നമ്മുടെ റിയാലിറ്റി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരാളുടെ ഒപ്പീനിയൻ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഫോക്കസ് ഓൺ വാട്ട് ഈസ് റൈറ്റ് ഫോർ യു, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് യുവർ ലൈഫ്. മറ്റൊരാളുടെ ജഡ്ജ്മെൻറ്റിൽ തളർന്നു പോകാതെ നമ്മുടെ ജീവിതത്തെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരികൾ നമുക്ക് മാത്രമേ അറിയൂ എന്നുള്ളതാണ്.